ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നേക്കാൻ നമുക്ക് ഒരു റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡാണ് വന്നേക്കാം, BS6 കൊണ്ടാണ്. അപ്പം നമുക്കൊരു ഫോഗിൽ നമ്മൾ വയറിംഗ് കിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കണേ. ഓക്സ് പ്രോ എന്ന ബ്രാൻഡാണ് നമ്മൾ ഈ വട്ടം എടുത്തേക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് ഇന്നത്തെ ഫുൾ വയറിംഗ് വരുന്നുണ്ട്. ഇന്നത് വരുന്ന സ്വിച്ച് ഉൾപ്പെടെ വരുന്നുണ്ട്. നമുക്ക് വേറെ എക്സ്ട്രാ സ്വിച്ച് വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇവിടെ ഫുൾ വയറിംഗ് ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് മിനി ഡ്രൈവ് അങ്ങോട്ട് എത്ര കൂടിയ ഫോഗിലാകുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഫുള്ള് അതിൻ്റെ റിലേ കൺട്രോളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിലേ കൺട്രോൾ മാത്രമേ, ഈ റിലേ കൺട്രോളിൽ 2 ഫ്യൂസ് എക്സ്ട്രാ വരുന്നുണ്ട് സേഫ്റ്റിക്ക് വേണ്ടി. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കണക്ഷൻ വരുന്നുണ്ട്. ഫോഗിലാകുമ്പോൾ 2 സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വാട്ടർ പ്രൂഫ് സ്വിച്ചാണ് വരുന്നത്. ഇത്ര ഐറ്റംസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രാൻഡ് എനിക്ക് എന്തായാലും ഏറ്റവും സേഫ്റ്റിയാണെന്ന് തോന്നുന്നുണ്ട്. നല്ല എന്താണ് നമ്മുടെ വയറിങ് വണ്ടിക്ക് നല്ല സേഫ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെ നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡിന് ക്ലാസിക്കിൽ നമുക്കൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ഒരു സോക്കറ്റിൻ്റെ കൂടെ നമുക്ക് റിലേക്ക് കൊടുക്കാൻ വേണ്ടി എക്സ്ട്രാ ഒരു ത്രെഡ് വരുന്നുണ്ട്, 8ൻ്റെ വരുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വയറിങ് റൂട്ട് ഈ റൂട്ടാവുന്നത് കേട്ടോ. ഈ റൂട്ടിൽ തന്നെ കൊണ്ടുപോയാൽ ബാക്കി നമുക്ക് വയറിങ് എല്ലാം സേഫ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഉള്ളിൽ തന്നെ വയറിങ് കിട്ടും. സൂപ്പറാണ്, അതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വയറിംഗ് കിറ്റ് ഏകദേശം റൂട്ടെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് വയർ പോസിറ്റീവ് ടെർമിനൽ തന്നെ കൊടുക്കണം, നെഗറ്റീവ് വയർ നെഗറ്റീവ് ടെർമിനൽ തന്നെ കറക്റ്റ് കൊടുക്കണം. മാറിപ്പോകാൻ പാടില്ല. മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് റിലേ ഷോർട്ടായി പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്യൂസ് പോകും. അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ഒരു പൊസിഷനിൽ തന്നെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വയറിൻ്റെ കണക്ഷൻ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്. വയറിന് പക്ഷേ യെല്ലോ റെഡ് 2 വരുന്നത്. നമുക്ക് വേണമെങ്കിൽ യെല്ലോയും വൈറ്റ് സെപ്പറേറ്റ് കൊടുക്കാം. ഈ വന്ന ഫോഗിലാമെന്ന് പറഞ്ഞാൽ യെല്ലോയും വൈറ്റും ഒറ്റ സ്വിച്ച് കൺട്രോളിൽ തന്നെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ടും ഒരുപോലെ ഒരുമിച്ച് കൊടുക്കാം. അത് സെപ്പറേറ്റ് നിങ്ങൾക്ക് വേറെ കണക്ഷൻ എടുക്കാം. വേറെ ലൈറ്റോ വല്ല ചെയ്യാനുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു വയറ് യെല്ലോയുടെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തിട്ട് വേറെ എടുത്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ഒരുമിച്ച് കൊടുക്കുകയാണിപ്പോൾ. കസ്റ്റമറിനെ എല്ലാം മുകളിൽ ഒരുപോലെ തന്നെ കൊടുത്തേക്കാൻ പറ്റും. അതുപോലെ കസ്റ്റമർ അഭിപ്രായ പ്രയോഗം കൊടുക്കുക. അല്ലെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഈ കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ വേറെ നമുക്ക് എക്സ്ട്രാ ലൈറ്റോ ഫോഗ് ലൈറ്റോ LED എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുതന്നെ നമുക്ക് എക്സ്ട്രാ ഇത് ഈ ഫോഗിലാകുമ്പോൾ വെക്കുമ്പോഴായാലും നമുക്ക് എക്സ്ട്രാ അസാർഡ് ഫ്ലാഷർ അങ്ങനെയുള്ള വെക്കുമ്പോഴേക്കും നമുക്ക് എക്സ്ട്രാ ഈ ഒരു കണക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ യൂസ് ചെയ്യണം. ഇപ്പോൾ പുള്ളിക്ക് പിന്നെ വേറെ വേണ്ടാത്തത് തന്നെ നമ്മൾ ഡയറക്റ്റ് ജോയിൻ ചെയ്തെടുത്തേക്കാണ്. കാരണം സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കാകുമ്പോൾ എല്ലാം കോപ്പറായിട്ട് തന്നെ വർക്കാവും. അപ്പോൾ കറക്റ്റ് കണക്ഷൻ നോക്കുക. ബ്ലാക്കിന് കൊടുക്കുക, റെഡിന് കൊടുക്കുക, യെല്ലോ കോമൺ ആണ്. ശരി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റാൻഡേർഡിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കണം. വർക്ക് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് സെപ്പറേറ്റ് വയറിംഗ് കിറ്റ് ചെയ്യണം. അതായിരുന്നു വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പാർക്കിന് ഒരു ചെറിയൊരു ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കിംഗ് എല്ലാം പക്ക ക്ലിയർ ആണ്. കാരണം നമ്മുടെ ഇതുള്ളൊരു വീഡിയോ മീൻസ് ഇതുള്ളൊരു വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ എവിടെ ആയാലും നമുക്ക് സാധനം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. അതുതന്നെ ഇവിടെ വന്നവർക്ക് നമുക്ക് വാറണ്ടി കൂടി ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഗ്യാരേജ് ലൊക്കേഷൻ പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ റമാടം പൂങ്കാവ് പറഞ്ഞ സ്ഥലത്താണ് ഗ്യാരേജ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് നോക്കി തന്നെ അറിയാൻ പറ്റും. നമുക്ക് അതിന് 4 സ്റ്റാർ റേറ്റിംഗ് എന്തെങ്കിലും നമ്മുടെ വർഷത്തിലുണ്ട്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഫസ്റ്റ് നമുക്ക് 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വർഷോപ്പാണ്. അത് മാത്രമല്ല ഫുൾ ഡീറ്റെയിൽസ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഇലക്ട്രിക്കൽ വർക്ക് ആയാലും മോഡിഫിക്കേഷൻ ആയാലും പെയിൻറ്റിങ് വർക്ക് ആയാലും മെക്കാനിക്കൽ വർക്ക് ആയാലും സർവീസ് വർക്ക് ആയാലും എല്ലാം നമ്മുടെ വർക്ക്ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളത് പേരിന് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്ന സാധനം
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വർക്കെല്ലാം തീർന്നപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫോഗ്ലാമ്പിൻ്റെ എങ്ങനെ പവർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ചാവി ഫസ്റ്റ് ഒന്ന് ഓണാക്കിയാൽ മതി. ചാവി ലൈറ്റ് നോക്കാം. യെല്ലോ ഉണ്ട്, നമുക്കതുപോലെ യെല്ലോ തന്നെ ബ്ലിങ്കിങ് വരുന്നുണ്ട്, അതുപോലെ വൈറ്റ് വരുന്നുണ്ട്, വൈറ്റിൽ ബ്ലിങ്കിങ് വരുന്നുണ്ട്, അതുപോലെ യെല്ലോയും വൈറ്റും ബ്ലിങ്കിങ് ഒരുപോലെ വരുന്നുണ്ട്. നമുക്ക് റൈഡൊക്കെ ഇപ്പോൾ ഒരു വിഷയമില്ല. അപ്പോൾ നമ്മുടെ ഫോഗ്ലാമ്പിൽ വരുന്നത് പറഞ്ഞാൽ ഏകദേശം 3-4 മോഡൽ തന്നെ വരുന്നുണ്ട്. ഈ HDHയുടെ നല്ല ബ്രാൻഡിൽ നമ്മൾ ഫോഗ്ലാമ്പ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈഗിൾ ടൈപ്പ് ഫോഗ്ലാമ്പ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫെസിലിറ്റീസും ഉണ്ട്, നല്ല വെട്ടവും കിട്ടും. നമുക്ക് 4 LED അതിനകത്ത് വരുന്നത്. ഒരു ബൾബിനകത്ത് ഒരു ഫോഗ്ലാമ്പ് 2 LED വരുന്നത്. അപ്പോൾ 4 LED വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ മിനി ഡ്രൈവിൻ്റെ ഏകദേശം പവറിന് കിട്ടും. പിന്നെ നമുക്ക് ബ്ലിങ്ങിങ് ചെയ്യാണ്, നമുക്ക് വീഡിയോ ഷൂട്ടൊക്കെ എടുക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഫോഗ് ലൈറ്റൊക്കെ ഉള്ള സമയത്ത് നല്ല ഒരു രക്ഷയില്ല, ഫോഗുള്ള സമയത്ത് സൂപ്പറായിട്ട് നമുക്ക് പോകാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ എന്ത് വർക്കുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം, വീഡിയോ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ ഐഡിയും M2കാരെയാണ്, ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഐഡിയും മനു അപ്പു M2കാരെയാണ് കിടക്കുക, നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാം. ബൈ.